ഹലോ എവരിവൺ, ഇത് ഞാൻ പുതുതായിട്ട് സെറ്റ് ചെയ്തെടുത്ത ഒരു ഓർക്കിഡിൻ്റെ പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം വുഡിലൊക്കെ നമ്മൾ മൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു 4 ഇഞ്ചിൻ്റെ PVC പൈപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് നമ്മൾ തടി കൊണ്ട് തന്നെ ഇങ്ങനെ പോസ്റ്റുകൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തടിയിൽ മൗണ്ട് ചെയ്ത് നമ്മൾ വെച്ച് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് അത്ര നല്ലതുപോലെ കിട്ടിയിട്ടില്ല. നല്ലൊരു ഗ്രോത്തോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഗ്രോത്ത് കിട്ടിയാലും നമുക്ക് നല്ലതുപോലെ ഫ്ലവറിങ്ങോ അങ്ങനെയൊന്നും കിട്ടാത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ച് വളർത്തുന്നതാണ് കുറച്ചും കൂടെ നല്ലതുപോലെ നമുക്ക് നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി വരുന്നത്, നല്ല വലിപ്പമുള്ള സ്പൈക്കുകൾ ഉണ്ടായി വരുന്നതുമൊക്കെ നമുക്ക് ചട്ടിയിൽ തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് മൺചട്ടികളിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു PVC പൈപ്പിൻ്റെ അകത്ത് കുറച്ച് കോൺക്രീറ്റ് നമ്മൾ കലക്കി അതിൽ നിന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്മൾ 4 ഇഞ്ച് പൈപ്പ് എടുക്കുമ്പം ഇത് കുറച്ച് ഒരു ആട്ടമൊക്കെ വരുന്നുണ്ട്, ഒരു വൈബ്രേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റിഫായിട്ട് നിർത്താനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് കോൺക്രീറ്റ് കലക്കി ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചട്ടി എടുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് ഒഴിച്ച് ഇതിനെ ഉറപ്പിച്ച് നിർത്തുകയാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ചട്ടികൾ നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ കേബിൾ ടൈ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ ടൈ നമ്മൾ ഉപയോഗിച്ച് 2 ചട്ടികൾ അപ്പുറവും ഇപ്പുറവും വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ താഴോട്ട് അനങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ഹാങ് ചെയ്ത് നിർത്തുന്ന കണക്ക് തന്നെ നമ്മളൊരു 2 ആണിയൊക്കെ അപ്പുറവും ഇപ്പുറവും ഈ ഒരു PVC പൈപ്പിലൊക്കെ തന്നെ കൊടുത്ത് നല്ല ഉറച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുകളിലുള്ള ചട്ടി, ഇപ്പോൾ ഈ കാണുന്നിടക്ക് മുകളിലുള്ള ചട്ടിയിൽ നിന്നുള്ള വെള്ളം താഴെയുള്ള പ്ലാന്റിലോട്ടൊക്കെ വീഴും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വേണം നമ്മൾ നടാനായിട്ട്. താങ്ക് യു.